Hello guys, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് Realme 5S എന്ന സ്മാർട്ട് ഫോണാണ്. Realme 5ന്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ് Realme 5S എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. ഈ ഒരു ഡിവൈസ് ഇപ്പോൾ പരിചയപ്പെടുത്താനുണ്ടായ കാരണം ഈ ഒരു സ്മാർട്ട് ഫോൺ മെയിനായിട്ടും കോമ്പീറ്റ് ചെയ്യുന്നത് Redmi Note 8 നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ Redmi Note 8ന്റെ ഫ്ലാഷ് സെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്നുണ്ട്. സോ Redmi Note 8 പർച്ചേസ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. Realme 5S എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നവംബർ 20 Realme X2 Proയുടെ കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും കൂടെ നോക്കിയ ശേഷം Redmi Note 8 പർച്ചേസ് ചെയ്യുക. സോ നമുക്ക് Realme 5Sനെ പറ്റി അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. Realme 5 എന്ന സ്മാർട്ട് ഫോണിൻ്റെ അപ്ഗ്രേഡ് വെർഷനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ Realme 5ലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പറഞ്ഞിരുന്നത് അതിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേ നമുക്ക് Realme 5 ലഭിച്ചിരുന്നില്ല. Redmi Note 8 നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അവർ ഇമ്പ്രൂവ് ചെയ്ത് Realme 5Sൽ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 5000 mAh ബാറ്ററി ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. Realme 5 നമുക്ക് 5000 ആയിരുന്നു. പക്ഷേ Realme 5ൽ വന്ന സമയത്ത് ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് നമുക്കില്ലായിരുന്നു. ഇൻ ദ ബോക്സ് 10 വാട്ടിൻ്റെ ഒരു ചാർജാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് ബാറ്ററി ചാർജ് ആണെങ്കിൽ ഏകദേശം 3 മണിക്കൂറിന് മുകളിൽ എടുക്കുമായിരുന്നു. സോ Realme 5Sൽ നമുക്ക് ലഭിക്കുന്നത് ഒരു സ്മൂത്ത് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജർ ആയിരിക്കും. പിന്നീട് ഇതിൻ്റെ പ്രോസസ്സറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ Realme 5ൽ നമുക്ക് 675 ആണ് ലഭിച്ചിരുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു ചിപ്സെറ്റാണ്. സോ Realme 5S മിക്കവാറും ഈ ഒരു സെയിം പ്രോസസ്സറിനെ വരാനാണ് സാധ്യത. അപ്ഗ്രേഡ് വന്നു കഴിഞ്ഞാൽ റേറ്റ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് Realme 675 തന്നെ ആയിരിക്കും വരാൻ സാധ്യത. ഇനി ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈനിൽ റെഡ്മിയിൽ നമുക്ക് ഗ്ലാസ് ബോഡിയാണ് ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്നത്. Realme ഒരു ഗ്ലാസ് ബോഡി പരീക്ഷിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം അവരുടെ നോർമൽ പ്ലാസ്റ്റിക് ബോഡി ആയിരിക്കും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും ലഭിക്കാൻ പോകുന്നത്. പിന്നീട് ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 48 MB ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. സെയിം ആസ് Realme 5 ഹാർഡ്വെയറിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും കാണില്ല. സെയിം ക്യാമറ തന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ. ഇനി വരുന്ന ദിവസങ്ങൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അറിയുന്ന സമയത്ത് നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.